ഉമേഷിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരം അത് നമുക്ക് നോക്കേണ്ടത് കൈവെട്ടു കേസുമായി ബന്ധപ്പെട്ടാണ്. ഒന്നാം പ്രതി സവാദിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ചോദ്യം ചെയ്യൽ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ സവാദിനെ കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് NIA ഉടൻ കോടതിയിൽ അപേക്ഷ നൽകും. അതേസമയം ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി സവാദിന്റെ DNA പരിശോധനയ്ക്ക് അനുമതി തേടി കോടതിയെ സമീപിക്കാനും അന്വേഷണ സംഘത്തിന് ഇപ്പോൾ തീരുമാനമുണ്ട്. ഉമേഷ് തന്നെയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നതും. ഉമേഷ് 13 വർഷം നീണ്ട ഒരു ഒളിവ് ജീവിതത്തിന് ശേഷം പിടിയിലായ വ്യക്തി കൂടിയാണ് ഈ സവാദ് എന്ന് പറയുന്നത്. തീർച്ചയായും ഇത്ര നാൾ ഇതിന്റെ ഒരു ആസൂത്രണം അല്ലെങ്കിൽ കൂടുതൽ പേർ ഈ സവാദിനെ സഹായിക്കുന്നവർ അല്ലെങ്കിൽ സഹായിച്ചവർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ലാത്തൊരു വസ്തുതയാണ്. ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ വേണം. അതൊരു വശം. രണ്ടാമത് ശാസ്ത്രീയ പരിശോധനയാണ്. അവിടെ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങളുടെ സാഹചര്യം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് അത് ബോധ്യപ്പെട്ടു വരുന്നുണ്ട്. തീർച്ചയായും ആ നിലയ്ക്കുള്ള ആവശ്യങ്ങളും കോടതിയുടെ മുന്നിലേക്ക് വെക്കില്ലേ? അതെ കാവ്യ, ഈ സവാദ് 13 വർഷത്തിന് ശേഷമാണ് പിടിയിലായത്. തങ്ങൾ പിടികൂടിയത് സവാദിനെ തന്നെയാണ് എന്ന് NIAക്ക് ഉറപ്പുണ്ട്. കാരണം അതിന് മതിയായ തെളിവുകൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കോടതിക്ക് മുമ്പാകെ അത് ശാസ്ത്രീയമായി തെളിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ DNA പരിശോധനയ്ക്ക് അനുമതി തേടിക്കൊണ്ട് NIA കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ ശാസ്ത്രീയ പരിശോധനയിലൂടെ അത് സവാദ് തന്നെയാണ്, DNA പരിശോധനയിലുള്ള സവാദാണ് എന്നുറപ്പിക്കുകയാണെങ്കിൽ അത് വിചാരണയിൽ ഏറെ ഗുണം ചെയ്യും എന്നാണ് കണക്ക് കൂട്ടുന്നത്. കാരണം ഈ കേസിൽ വിചാരണ അധികം വൈകാതെ ഈ സവാദിനെ പ്രതി ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിച്ച് അതിൽ വിചാരണ അധികം വൈകാതെ തുടങ്ങും. ആ വിചാരണ തുടങ്ങുമ്പോൾ പഴുതടച്ചുള്ള ഒരു കുറ്റപത്രമായിരിക്കണം എന്ന് അന്വേഷണ സംഘത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അനുമതി തേടിക്കൊണ്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഇന്നോ നാളെയോ ആയി DNA പരിശോധനയ്ക്ക് അനുമതി തേടിക്കൊണ്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും. കാരണം ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് ഷാജഹാൻ എന്ന പേരിലായിരുന്നു. NIAയോട് ഇയാളെ പിടികൂടിയ സമയത്ത് NIAയോട് പറഞ്ഞതും താൻ ഷാജഹാനാണ്, സവാദ് അല്ല എന്നായിരുന്നു. മാത്രമല്ല ഇയാളുടെ ഭാര്യ വീട്ടുകാർക്കുമൊക്കെ ഇയാൾ ഷാജഹാൻ എന്ന പേരിലാണ് ഇയാളെ അറിയുന്നത്. പക്ഷേ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചറിയൽ രേഖകൾ, വ്യാജമായ ചില രേഖകൾ കൂടി ഈ ഷാജഹാൻ എന്ന പേരിൽ ചില വ്യാജരേഖകൾ കൂടി സവാദ് നിർമ്മിച്ചിരുന്നു എന്ന നിഗമനവും NIAക്കുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ DNA പരിശോധനയ്ക്ക് വേണ്ടി NIA തയ്യാറെടുക്കുന്നത്. ഒപ്പം ഇയാളെ ഇനിയും വിശദമായി ചോദ്യം ചെയ്യണം എന്നാണ് NIA കണക്ക് കൂട്ടിയിരിക്കുന്നത്. കാരണം ഏതാണ്ട് 9 ദിവസത്തോളം സവാദ് NIAയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ആ കാലയളവിൽ സവാദ് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ ഒളിവിൽ കഴിഞ്ഞ് 1-2 സ്ഥലങ്ങളൊക്കെ NIAയോട് പറയുകയും ചെയ്തു. ആ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇയാളെ സഹായിച്ചവർ ആരൊക്കെയെന്ന് NIAക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ സവാദിൽ നിന്ന് അറിയേണ്ടതുണ്ട്. 13 വർഷം ഇയാൾ വിവിധയിടങ്ങളിൽ, ഇതിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചിട്ടുണ്ട്. മറ്റ് പലരും ഇയാളെ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഷാജഹാനായി മാറിയത്, അതിന് രേഖകൾ തയ്യാറാക്കി, വ്യാജരേഖകൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരുന്നു, അതിനാരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ NIAക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിന് സവാദിനെ വീണ്ടും ചോദ്യം ചെയ്യണം. അതിനുവേണ്ടിയാണ് ഒരു 10 ദിവസത്തേക്ക് കൂടി ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് NIA കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഈ കസ്റ്റഡി അപേക്ഷയും ഇന്നോ നാളെയോ ആയി കോടതിയിൽ സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കാവ്യ. ശരി ഉമേഷ്.